നമുക്ക് തോന്നുന്നു. നേരത്തെ എയർ ഇന്ത്യയുടെ കൗണ്ടറിലുള്ള ആളുകളുമായിട്ട് സംസാരിച്ചപ്പോൾ ഫോണും കൊണ്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പുള്ളിയുടെ എഞ്ചിനീയർ മറ്റേ വിളിച്ചിരുന്നു മാഡം. അതിനോട് ഒരു കാര്യം കൂടെ പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ഇവിടെ ജീവനക്കാരൊക്കെയാണ്, അവരുടെ പ്രശ്നങ്ങൾ പരിഗണിച്ച് തന്നെയാണ് അവർ സമരത്തിലേക്ക് പോകുന്നത്. പക്ഷേ പലപ്പോഴും യാത്രക്കാർ ഉൾപ്പെടെ വന്ന് അവരോടൊക്കെ ചോദിക്കുമ്പോൾ അവരുടെ ഒരു മനോഭാവം അതുകൂടി ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ പറ്റില്ല. നേരത്തെ ഇന്നലെ പറഞ്ഞു, ഇന്നലെ യാത്രക്കാർ വന്ന് ഈ നമ്മളൊരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയല്ലേ അവരോട് ചെല്ലുന്നത്, അവരെ കുറ്റപ്പെടുത്താനല്ലോ. എന്നിട്ടും യാത്രക്കാരോട് നമ്മളോട് ഒക്കെ ഇവരുടെ എയർ ഇന്ത്യയുടെ സ്റ്റാഫാണ്. പ്രേക്ഷകർ നിങ്ങൾ ഇത് കാണണം. അല്ലെങ്കിൽ ഒരിക്കൽ കൂടി അവരുടെ അടുത്തൊന്ന് ചോദിക്കും, എന്താണ് അവർക്ക് ഇത് മറുപടി പറയാൻ എന്താ ബുദ്ധിമുട്ട്? ഇതൊരു സാധാരണ യാത്രക്കാരൻ്റെ ജീവിത പ്രശ്നമാണ്. അയാളുടെ വിസ തീർന്നു നിൽക്കുന്ന അവസ്ഥയാണ്. അയാളെ സഹായിക്കാൻ നമ്മളടക്കമുള്ളവർ മുന്നോട്ട് വരുമ്പോൾ പോലും എയർ ഇന്ത്യയുടെ ഗ്രൗണ്ട് സ്റ്റാഫിലെ ഈ കരാർ ജീവനക്കാരായിട്ടുള്ള ജീവനക്കാരുടെ ആറ്റിറ്റ്യൂഡാണ്. ഇങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡിനെ വെച്ചുകൊണ്ട് ഈ സ്ഥാപനം എത്ര കാലം മുന്നോട്ട് പോകും എന്നുള്ളതാണ് അത്യന്തം നിർഭാഗ്യകരമാണ്. നോക്കൂ, ഒരാളും പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല. നമുക്കറിയേണ്ടത് ഈ ചെറുപ്പക്കാരൻ്റെ ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ എയർ ഇന്ത്യയുമായി നിങ്ങൾ സംസാരിച്ചോ? എത്ര രൂപയാണ് കൊടുക്കുക? നിങ്ങൾ കൊടുക്കുമോ? ഇല്ലെങ്കിൽ മറ്റുള്ള വഴികൾ നമ്മൾ ഉണ്ടാക്കാം. ആ ചെറുപ്പക്കാരൻ്റെ ജോലി നഷ്ടപ്പെടരുത്, അതുമാത്രമാണ് നമുക്ക് വേണ്ടത്. ആ കാര്യത്തിൽ ഈ എയർ ഇന്ത്യയിലെ സ്റ്റാഫിനോട് സംസാരിക്കാൻ അല്ലമീൻ ശ്രമിക്കുമ്പോൾ അവരുടെ ആറ്റിറ്റ്യൂഡ് നിങ്ങൾ നോക്കൂ. ഇതാണ് എയർ ഇന്ത്യയുടെ ആറ്റിറ്റ്യൂഡെങ്കിൽ ഈ സ്ഥാപനമൊക്കെ എങ്ങനെ കളിച്ചു പിടിക്കും? നോക്കൂ, ദേ ആർ നോട്ട് റിയാക്ടിങ്. അവർ സംസാരിക്കുന്നില്ല. ക്യാമറ ഒന്ന് അവരുടെ അടുത്തേക്കൊന്ന് കൊടുത്താൽ നന്നായിരിക്കും. മേഡം ഒരു സംശയം ചോദിക്കാൻ വേണ്ടിയാ ക്യാമറയിൽ സംസാരിക്കണ്ട, എല്ലാ പേഴ്സണലി ചോദിക്കാൻ വേണ്ടിയാ. മേഡം പുള്ളിക്ക് പകരം യാത്രാ സംവിധാനം നമ്മൾ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അതിനുള്ള സംവിധാനം ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. ഫ്ലൈറ്റ് ഉണ്ടോ, നിങ്ങളുടെ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അവർക്ക് യാത്രയ്ക്കുള്ള ക്രമീകരണം നമ്മളെ ഏർപ്പെടുത്തി കൊടുക്കാൻ, ചാനൽ ഏർപ്പെടുത്തി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ പറയുന്നത്. നിങ്ങളൊന്ന് പറഞ്ഞാലേ അറിയത്തുള്ളൂ എന്താ വകുപ്പ് എന്നുള്ളത്. അതിനുള്ള വാക്കുകൾ കൊണ്ട് വിശേഷിപ്പിക്കേണ്ട കാര്യമില്ല. ആ ദൃശ്യങ്ങളിലൂടെ പ്രേക്ഷകർക്ക് അത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത്. അതിനപ്പുറത്തേക്ക് കൂടുതൽ പറയേണ്ടതില്ല. കാര്യം പറഞ്ഞിട്ടും അവർക്ക് മനസ്സിലാകാതെ ഇന്നലെ മുതൽ പല യാത്രക്കാരും ഇവിടെ ഇവർക്ക് എയർ ഇന്ത്യ മാനേജ്മെന്റുമായിട്ടോ നേരിട്ട് ബന്ധമില്ലാത്ത ഇവർ താൽക്കാലിക ജീവനക്കാരൊക്കെ ആയിരിക്കും. പക്ഷേ ഇവർക്ക് ട്രെയിനിങ് കൊടുത്ത് ഇങ്ങനെയാണോ ഇത്തരം സാഹചര്യങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇവരെ ഗ്രൗണ്ട് ഡ്യൂട്ടി ഓപ്പറേഷൻസിന് നിയോഗിക്കുക, ഈ ഫ്രണ്ട് ഓഫീസിലേക്കൊക്കെ ഇവരെ നിയോഗിക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവാത്തത്. ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതമാണ്. അയാൾ നിന്ന് വിളിക്കണം, അയാൾ നിന്ന് വീർക്കുന്നത് നമുക്ക് കാണാം. ആ ചെറുപ്പക്കാരനെ സഹായിക്കാൻ വേണ്ടി ആളുകൾ രംഗത്ത് വരുമ്പോൾ ഇത്തരം ആറ്റിറ്റ്യൂഡാണ് ഈ എയർപോർട്ടുകളിൽ നിന്നുണ്ടാവുന്നത്. ഇന്നലെ കഴിഞ്ഞ 48 മണിക്കൂറായ എയർ ഇന്ത്യയുടെ വിവിധ സ്റ്റാഫുകളിൽ നിന്ന് യാത്രക്കാർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും ഇത്തരത്തിലുള്ള വളരെ മോശം അനുഭവമാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല.